ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ ദീനുൽ ഇസ്ലാമിൽ അഖീദക്ക് നമ്മുടെ വിശ്വാസത്തിന് അതിമഹത്തായ സ്ഥാനമാണുള്ളത്. ഒരു അടിമ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നന്നാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദത്തുകൾ ആരാധനകൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മഹത്തായ പ്രതിഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈമാൻ അത്യന്താപേക്ഷിതമാണ്. ശരിയായ വിശ്വാസത്തിന്റെ മുകളിൽ പടുത്തുയർത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ അത് നിഷ്ഫലമായിരിക്കും. എത്ര മഹത്താണ് എന്ന് നമുക്ക് തോന്നിയാലും, എത്ര ബഹുമാന ആദരവുള്ള ആളുകളാണത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ശരിയായ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നിങ്ങൾ ശരിയായ വിശ്വാസത്തിന് വിരുദ്ധമായ, തൗഹീദിന് വിരുദ്ധമായ ശിർക്ക് ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് പൊളിഞ്ഞു പോകും, തകർന്ന് തരിപ്പണമായി പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും ശിർക്ക് ചെയ്യുകയില്ല. ഹാഷാ സുമ്മ ഹാഷാ. പരിശുദ്ധരാണ്, പവിത്രരാണ്. അടിമകളായ നമ്മെ ഉണർത്താൻ വേണ്ടി ശരിയായ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ അതിന്റെ സ്ഥാനവും അതിന്റെ പ്രാധാന്യവും അടിമകളെ ഉണർത്താൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ആയത്തിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ഉണർത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഖദറിനെ നിഷേധിക്കുന്ന ഈ ആളുകൾ മദീനയുള്ള പരന്ന് വിശാലമായ ഉഹദ് പർവ്വതത്തിന്റെ അത്ര സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കിയാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നത് സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സുന്നത്തില് അതുപോലത്തെ അതിവിശാലമായ ഉണർത്തലുകളുണ്ട്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ശരിയായ അഖീദ, ശരിയായ ഈമാൻ, അതിന്റെ മുകളിൽ പടുത്തുയർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ, അതിനെ പരിഗണനയുണ്ടാവുകയുള്ളൂ, അതേ നല്ലതായി തീരുകയുള്ളൂ എന്ന് വിശ്വാസത്തിനെ കുറിച്ച് പറയുമ്പോൾ, അഖീദയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈമാൻ കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 6 അർക്കാനുകൾ അല്ലാഹുവിലുള്ള വിശ്വാസം, അവന്റെ മലക്കുകളിലും അവന്റെ പ്രവാചകന്മാരിലും ആ പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ അവസാന നാളിലും വിധിയിലുമുള്ള വിശ്വാസം. ഈ 6 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ദീനുൽ ഇസ്ലാമിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ, സ്ത്രീയും പുരുഷനും കുട്ടികളും മുതിർന്നവരും ഒരിക്കലും അറിയാതിരിക്കാൻ നിർവാഹമില്ലാത്ത അത്യാവശ്യമായ കാര്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ചെറുതും വലുതുമായ പദ്യങ്ങളും ഗദ്യങ്ങളുമായ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൂടെ മുൻകാലത്തുള്ള താബിഈങ്ങളുടെ കാലം മുതൽ, സഹാബത്തിന്റെ കാലം മുതൽ, താബിഈങ്ങളുടെയും താബിഈയുടെ കാലം മുതൽ
മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ വിശ്വസിക്കേണ്ട, അവന്റെ മനസ്സിൽ കെട്ടിയുറപ്പിച്ച് ഭദ്രമാക്കി വെക്കേണ്ട, യാതൊരു സംശയത്തിനും യാതൊരു ഇടയാട്ടത്തിനും യാതൊരു ആശയക്കുഴപ്പത്തിനും സാധ്യതയില്ലാത്ത നിലക്ക് കൃത്യമായി വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി മരണം വരെ അവന്റെ മനസ്സിൽ ഭദ്രമായി സൂക്ഷിക്കേണ്ടുന്ന മുസ്ലിമായ മനുഷ്യന്റെ അഖീദ, ഈമാനിന്റെ കാര്യങ്ങൾ അത് വളരെ വിശദമായി വളരെ വ്യക്തമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ കൂടെയും അല്ലാതെയും അവര് പറഞ്ഞു പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ചെറുതും വലുതുമായ അള്ളാഹുവിന്റെ വിശ്വാസം എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലും അവന്റെ ഉലൂഹിയ്യത്തിലും അള്ളാഹുവിന്റെ ഉത്തമമായ നാമങ്ങളിലും ഉന്നതമായ വിശേഷണങ്ങളിലുമുള്ള വിശ്വാസം നാം പരിശോധിച്ചു നോക്കിയാൽ മുസ്ലിം ലോകത്ത് ഇന്ന് ഈ പറയുന്ന വിശ്വാസത്തിന്റെ കാര്യത്തിൽ എത്രയോ അധപ്പതനങ്ങളിലാണ് മുസ്ലിം സമൂഹങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ തുച്ഛം ആളുകൾ മാത്രമേ ഏത് നാട്ടിൽ ചെന്ന് നോക്കിയാലും അവരുടെ ഇലാഹും റബ്ബുമായ ആരാധ്യനായ സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി വ്യക്തമായി പരിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ആ റസൂലിന്റെ സഹാബികൾ പഠിച്ച് മനസ്സിലാക്കി വിശ്വസിച്ചതുപോലെ അവർ ആദർശമായി വിശ്വാസമായി സ്വീകരിച്ചതുപോലെ സ്വീകരിച്ച മുസ്ലിമീങ്ങൾ വിരൽ എണ്ണാവുന്നവരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അഖീദ എന്ന് പറയുന്ന ആ വിഷയത്തിനെ കുറിച്ച് തന്നെ പല ആളുകൾക്കും മുസ്ലിമീങ്ങൾക്ക് എന്താണത് എന്ന് പറയുന്നതിൽ കൃത്യമായ ധാരണയുണ്ടാവുകയില്ല. ഈ പറയുന്ന അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിന്റെയും ഉലൂഹിയ്യത്തിന്റെയും അസ്മാ സിഫാത്തിൽ എത്രയോ വ്യതിചലിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും. തൗഹീദുൽ ഉലൂഹിയ്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവര് സഹായവും വിളിച്ചുതേട്ടവും നീർച്ചകളും വഴിപാടുകളുമായി മറ്റു പല വിഭാഗങ്ങളിലേക്കും മറ്റു പല വസ്തുക്കളിലേക്കും പോകുന്ന ആളുകൾ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിൽ അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു എല്ലായിടത്തുമുണ്ട്, അള്ളാഹു എന്റെ മനസ്സിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് ആവേശം കൊള്ളുന്ന മുസ്ലിമീങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മലക്കുകളുടെ കാര്യത്തിലാണെങ്കിൽ പ്രവാചകന്മാരുടെയും ഗ്രന്ഥങ്ങളുടെയും അതേപോലെ തന്നെ അവസാന നാളിന്റെ കാര്യത്തിൽ ഇതൊക്കെ ഒരുപാട് വ്യതിചലനങ്ങളുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവസാന നാളിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോ ഒരു മനുഷ്യൻ മരിക്കലോടുകൂടെ അവന്റെ ഖിയാമത്ത് നിന്ന് അവന്റെ അവസാന നാളാണ്. അതുകൊണ്ട് തന്നെ ഖബറിലുള്ള അനുഗ്രഹങ്ങൾ, അതിലുള്ള ശിക്ഷകള്, അതിൽ മലക്കുകൾ വന്ന് അവനോട് ചോദ്യം ചെയ്യുന്ന കാര്യങ്ങള്, മഹ്ശറയുള്ള കാര്യങ്ങള്, നരകസ്വർഗത്തെക്കുറിച്ച്, മീസാനിനെ കുറിച്ച്, ഹിസാബിനെ കുറിച്ച്, സിറാത്തിനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു മുസ്ലിം നിർബന്ധമായി അറിയേണ്ടുന്ന, അറിഞ്ഞ് അവന്റെ മനസ്സിൽ വിശ്വാസമായി ആദർശമായി അവൻ ഉൾക്കൊള്ളേണ്ടുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ ഒരുപാട് അപജയങ്ങളും വ്യതിചലനങ്ങളും ഇന്ന് മുസ്ലിം ലോകത്തുള്ളത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തന്റെ സുന്നത്തിൽ കൂടെ ഈ പറയുന്ന അഖീദയുടെ, ഈ പറയുന്ന വിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെ അധികം പ്രാധാന്യം കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്ത് വന്ന പ്രവാചകന്മാരെ മുഴുവനും അവരുടെ ദഅവത്തുമായി അവർ ജീവിക്കുന്ന സമൂഹങ്ങളെ ഏറ്റവും ആദ്യം സമീപിച്ചത് അനിഅബ്ദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅബ്ദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എന്താണ് ഇബാദത്ത്, ഏതൊക്കെയാണ് ആരാധന എന്നുള്ളത് പറഞ്ഞു പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് ഈ ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് പറയുന്ന ആദർശം, ആ അഖീദയാണ് അവരുടെ ചെവിയിൽ ആദ്യമായി കേൾപ്പിച്ചത്. അതിൽ അവർ കൃത്യത പാലിച്ചപ്പോഴാണ് ഇന്നതും ഇന്നതും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരാധനകളുടെ രൂപങ്ങൾ നിസ്കാരമായി, നോമ്പും സക്കാത്തും ഹജ്ജുമായി, മറ്റുള്ള ആളുകളുമായുള്ള ഇടപാടുകളായിക്കൊണ്ട് പ്രവാചകന്മാർ അവരുടെ ഉമ്മത്തുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം 13ഓളം വർഷക്കാലം മക്കയിൽ കഴിച്ചുകൂട്ടി. കാബ ഷരീഫിന്റെ ഉള്ളിലും പുറത്തും 300 ചില്ലാനം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴും ആ പ്രവാചകൻ ആ വിഗ്രഹങ്ങളെ തച്ചുടക്കാനോ അവിടെയുള്ള ആ ഭരണാധികാരികളായ മക്കയുള്ള മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്യാനോ അവിടെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനോ അവരെ മറ്റുള്ള കാര്യത്തിൽ വിമർശിച്ചുകൊണ്ട് സമൂഹത്തിലുള്ള മറ്റുള്ള ദുഷിച്ച ആചാരങ്ങള്, പ്രവർത്തനങ്ങള്, സ്വഭാവങ്ങള് അതിന് ഊന്നൽ കൊടുക്കുന്നതിന് പകരം യാ ഖൗമി ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ആരാധനക്കർഹൻ, അല്ലാഹുവല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നുള്ള ആദർശം സ്വീകരിക്കുകയും എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാമിന്റെ ആണിക്കല്ലായ
അതിന്റെ കാമ്പും കാതലുമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദിലേക്ക്, ആ അഖീദയിലേക്ക്, ആ ആദർശത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഹിജ്റയുടെ അടുത്ത സമയത്താണ് അവിടുത്തെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ മേൽ വഹയായി നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന് യമനിലേക്ക് പ്രബോധകനും പണ്ഡിതനും മുഫ്തിയും അവരുടെ ദീനിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളായി പറഞ്ഞയക്കുകയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ. പണ്ഡിതനായിരുന്നു അദ്ദേഹം, ധാരാളം ഇൽമുള്ള ആളായിരുന്നു, കരുത്തുള്ള യുവാവായിരുന്നു, ദീൻ കൃത്യമായിട്ട് പഠിച്ച ആളായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് യമനിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം പോലത്തെ ഹദീസിന്റെ പണ്ഡിതന്മാർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇന്നക തുഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, യമനിൽ ചെല്ലുമ്പോൾ മുആദ് ഗ്രന്ഥം നൽകപ്പെട്ട തൗറാത്തും ഇൻജീലും ലഭിച്ച ഒരുപാട് പാണ്ഡിത്യവും വിവരവുമുള്ള ആളുകൾ അടുത്തേക്കാണ് നീ പോകുന്നത്, ഒന്നും അറിയാത്ത ആളുകളുടെ അടുത്തേക്കല്ല. അതുകൊണ്ട് ഫൽതകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ റിവായത്തിൻ ഇലാ അൻ യുവഹിദുല്ലാഹ്, നീ അവിടെ ചെന്ന് ഏറ്റവും ആദ്യം ആ ജനങ്ങളെ പ്രബോധനം നടത്തുമ്പോ, അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ തുടങ്ങേണ്ടത് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്ന തൗഹീദിലേക്കാണ്, ആ അഖീദയിലേക്കാണ്, ആ ആദർശം സ്വീകരിക്കാനാണ്, ആ വിശ്വാസത്തിലേക്കാണ്. അവർ ആ പറയുന്ന വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായാൽ പിന്നീട് അവർക്ക് 5 വക്ത നിസ്കാരം നിർബന്ധമാക്കിയത്, അതേപോലെ തന്നെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങള്, മറ്റുള്ള ഇബാദത്തുകള് അതിന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം നമ്മുടെ ശരീരങ്ങൾ കൊണ്ട്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഏത് ഇബാദത്തുകളാണെങ്കിലും ആ ഇബാദത്തുകളെ ശരിയായ അഖീദയുടെ മുകളിൽ, ശരിയായ വിശ്വാസത്തിന്റെ മുകളിൽ പടുത്തുയർത്തി കൊണ്ടുവരുമ്പോൾ അതിന് ബറക്കത്തുണ്ടാകും, അതിന് ഫളലുണ്ടാകും, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായവും സംരക്ഷണവും അംഗീകാരവും ഉണ്ടാകും. നേരെ മറിച്ച് ശരിയായ അഖീദയില്ലാതെ, ശരിയായ വിശ്വാസമില്ലാതെ ആളുകൾ എന്ത് തന്നെ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് അപ്രസക്തമായിരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ അതിന് യാതൊരു വിലയും യാതൊരു നിലയും ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആനിൽ ഈമാനുള്ള ആളുകൾക്ക്, ശരിയായ വിശ്വാസമുള്ള ആളുകൾക്കുള്ള ഒരുപാട് ആദരവുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഈ ലോകത്തും പരലോകത്തുമുള്ള ഒരുപാട് നേട്ടങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല വഅദ അല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. ശരിയായ വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന്റെ മുകളിൽ പടുത്തുയർത്തുന്ന ശരിയായ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹുവിന് അങ്ങനത്തെ അടിമകളോട് ഒരു വാഗ്ദാനമുണ്ട്. അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. ലയസ്തഖലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ നാം അവർക്ക് ആധിപത്യവും അധികാരവും നൽകും എന്നുള്ളതാണ്. കമാ ഇസ്തഖലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് നാം നൽകിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനമാണ്. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹി താബിഈ പ്രമുഖൻ ഈ പറയുന്ന മഹത്തായ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ സഹാബത്തും മക്കയിൽ വളരെ പ്രയാസഘട്ട കാലഘട്ടം അവർ കഴിച്ചുകൂട്ടി. പക്ഷേ അവരോട് അല്ലാഹു ശരിയായ വിശ്വാസം, ആദർശം സ്വീകരിക്കാൻ, അവരുടെ അഖീദ ശരിയാക്കുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവര് വളരെ പ്രയാസപ്പെട്ടു. സത്യനിഷേധികളും മുശ്രിക്കീങ്ങളിൽ നിന്ന് മർദ്ദനങ്ങളും അവഹേളനങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും സഹിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. അങ്ങനെ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഹിജ്റ ചെന്ന സമയത്ത് അവിടെയും തന്നെ ജൂതന്മാരിൽ നിന്നും മുശ്രിക്കീങ്ങളിൽ നിന്നും പല ജാതി ഉപദ്രവങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. ഭൗതികമായ വിഭവങ്ങൾ കുറവായതുകൊണ്ട് ദാരിദ്ര്യം അവർക്ക് നേരിടേണ്ടി വന്നു. അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ അവരെ ആക്രമിക്കുന്ന, അവരെ ഉപദ്രവിച്ച ആളുകളോട് പ്രതിരോധിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വന്നു.
അപ്പൊ സഹാബികൾ അള്ളാഹുവിന്റെ ഈ കൽപ്പന വന്ന സമയത്ത് സദാസമയവും ആയുധം തൂക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് അവർക്ക് വന്നപ്പോ ചില സഹാബികൾ പറഞ്ഞു, നമുക്കൊരു സമാധാനം ലഭിക്കുകയില്ലേ, നമുക്ക് സുരക്ഷിതരായിക്കൊണ്ട് മനസ്സമാധാനത്തോടുകൂടി ആയുധങ്ങളൊന്നും എടുത്തു വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ലേ എന്ന്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ആയത്തിറക്കി കൊടുത്തത്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് അവരുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റേതാണെങ്കിൽ, അദ്ദേഹത്തിന്റെ മുമ്പുള്ള പ്രവാചകന്മാരുടെ ചരിത്രമാണെങ്കിൽ അവരുടെ തുടക്കത്തിൽ അവർ പ്രയാസത്തിലായിരുന്നു, ശത്രുക്കളുടെ ആക്രമണങ്ങൾക്ക് അവർ വിധേയരായിരുന്നു. പക്ഷെ അവർ ഏറ്റവും ശക്തമായി മുറുകെ പിടിച്ചത്, അവർ ഏറ്റവും ഭദ്രമായി അവർ സ്വീകരിച്ചത് അവരുടെ വിശ്വാസവും അഖീദയും ആദർശവുമായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളെ നശിപ്പിക്കുകയും അവരിൽ നിന്ന് ഇവർക്ക് സുരക്ഷയും സമാധാനവും സംരക്ഷണവും നൽകിയില്ലേ, അതുപോലെ ഈ പറയുന്ന സമുദായത്തിനും നൽകി. അള്ളാഹുവിന്റെ ആ വാഗ്ദാനം അവൻ കൃത്യമായി പാലിക്കുകയും ചെയ്തു. വലയുബദ്ദിലന്നഹും മിൻ ബാദി ഖൗഫിഹിം അംനാ, അവരുടെ ഈ പേടിയും ഈ ഉത്കണ്ഠയും ഈ മനസ്സമാധാനമില്ലാത്ത അവസ്ഥയും അള്ളാഹു മാറ്റിക്കൊടുത്ത് സമാധാനവും സുരക്ഷിതത്വവും പ്രതാപവും അനുഗ്രഹങ്ങളും അള്ളാഹു അവർക്ക് നൽകുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് കാലഘട്ടത്തിലുള്ള ആളുകളും ഏത് നാട്ടിലുള്ള വ്യക്തികളും അവർ ഒറ്റക്കാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും സമൂഹമാണെങ്കിലും യഥാർത്ഥ ഈ വിശ്വാസവുമായി അള്ളാഹുവിന്റെ ദീന്റെ കൃത്യമായ ഇബാദത്തുകളുമായി മുന്നേറാൻ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഈ ഔദാര്യം അത് ഖിയാമത്ത് നാൾ വരെ അവർക്ക് ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മഹാനായ ഒരു സഹാബി, പ്രായാധിക്യമുള്ള അബൂ തവീൽ ശതബുൽ മംദൂദി എന്ന പേരുള്ള പ്രായാധിക്യമുള്ള ഒരു സഹാബി, ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഒരിക്കൽ കടന്നു വന്നു. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഒന്ന് പറഞ്ഞു തരും, ഒരു മനുഷ്യൻ ജീവിതത്തിൽ അവൻ ഒരു കയ്യും കണക്കുമില്ലാത്ത തെറ്റ് ചെയ്ത ആളാണ്, ചെറുതും വലുതുമായ പാപങ്ങൾ മുഴുവനും ചെയ്ത ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇനി തൗബ ചെയ്ത് രക്ഷപ്പെടാനുള്ള വല്ല അവസരവുമുണ്ടോ? അവനെങ്ങാനും തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ചോദിച്ചു, അസ്ലം, നീ മുസ്ലിമായിട്ടുണ്ടോ? നിന്റെ അഖീദ ക്ലിയറാണോ? അത് ശരിയാണോ? ശരിയായ വിശ്വാസം നിനക്കുണ്ടോ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. കൃത്യമായ വിശ്വാസമാണ്, ശരിയായ ഈമാനുള്ള വ്യക്തിയാണ്. ഇത് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, അഖീദ ശരിയാണ് എന്നുണ്ടെങ്കിൽ തഫഅലുൽ ഖൈറാത്ത് വതത്റുകുൽ മുൻകറാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തോ, മുന്നോട്ട് പോയിക്കോ, തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കിക്കോ, ഇനി മുതൽ പാപകരമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ നീ ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ സംശയം കൊണ്ട് വീണ്ടും ചോദിച്ചു, വഖദറാത്തി വഫജറാത്തി, എന്റെ അടുത്ത് കയ്യും കണക്കുമില്ലാത്ത തെറ്റുകളുണ്ട്, ചെറുതും വലുതുമായ പാപങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി ധാരാളം ഇത്രയും കാലം ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഇത് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഫയജ്അലുല്ലാഹു ലക ഖൈറ, ഈ ഫയബദ്ദിലുല്ലാഹു ലക ഖൈറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാലം ചെയ്ത പാപങ്ങൾ സൽക്കർമ്മമായി നിനക്ക് മാറ്റിത്തരും. നീ തൗബ ചെയ്തോ, നീ സൽക്കർമ്മങ്ങൾ മുന്നേറിക്കോ, നിന്റെ അഖീദ, നിന്റെ വിശ്വാസം ശരിയാണെങ്കിൽ നീ ഭയപ്പെടണ്ട എന്ന്. ഇത് കേട്ട സമയത്ത് ആ സഹാബി അവിടെ വെച്ച് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞുപോയി. ആ സദസ്സിലുള്ള ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത സഹാബികൾ പറഞ്ഞു, ഞങ്ങളെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഈ സന്തോഷകരമായ സമാധാനിപ്പിക്കുന്ന ഈ വാർത്ത, ഈ വിവരം റസൂലിൽ നിന്ന് കേട്ട ആ സഹാബി തക്ബീർ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ കൃത്യമായി നമ്മളത് പഠിക്കണം, അതിന്റെ സദസ്സുകൾ ഉപയോഗപ്പെടുത്തണം, നമ്മുടെ കുടുംബങ്ങൾക്ക്, സ്ത്രീകൾക്കും കുട്ടികൾക്കും അത് പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ നാം പ്രതീക്ഷിക്കാത്ത പ്രതാപവും നമ്മൾ പ്രതീക്ഷിക്കാത്ത സുരക്ഷയും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ആളുകൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ തരും. അതിന്റെ പുറമെ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, ശരിയായ വിശ്വാസവും സൽക്കർമ്മങ്ങളിലും മുന്നേറുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസ്,
അവർക്കുള്ള വിരുന്ന് സൽക്കാരമായി, അവർക്ക് ചെന്ന് പാർക്കാനും കടക്കാനുമുള്ള വിഭവസമൃദ്ധമായി അത് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കും. അവിടേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ആളുകൾക്ക് നൽകുകയും ചെയ്യും. ബാറകല്ലാഹു ലി വലക്കും ഫിൽ ഖുർആനി വസുന്നഹ്. അഖൂലു ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമൽ ജലീല ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, ശരിയായ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ, ശരിയായ ഈമാനില്ല എന്നുണ്ടെങ്കിൽ ആളുകളും മൃഗങ്ങളും തമ്മിൽ പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, മൃഗങ്ങളും. ആളുകൾ വിവാഹം കഴിക്കുന്നു, മൃഗങ്ങളും അതുപോലത്തെ അവരുടെ വികാര പൂർത്തീകരണങ്ങൾ നടത്തുന്നു. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് മനുഷ്യരായ ആളുകളോ അതല്ലെങ്കിൽ സ്വയം ആ പക്ഷികളും മൃഗങ്ങളും അവർ വീടുകളൊരുക്കുന്നു. അതുപോലെ മനുഷ്യരും ചെയ്യുന്നു എന്നുള്ളത്. മനുഷ്യരായ നമ്മൾ ശരിയായ വിശ്വാസം, ശരിയായ ആദർശം, അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ, ഞാൻ ഈ ലോകത്ത് എന്തിനു വന്നു, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്റെ ഉത്തരവാദിത്വം എന്താണ്, ഈ പറയുന്ന കൃത്യമായ കാര്യങ്ങൾ ശരിയായ നിലക്കത് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ബഹുമാനവും ആദരവും മനുഷ്യൻ മനുഷ്യരാകുന്നതും അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാന ആദരണീയരാകുന്നതും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ബഹുമാന ആദരവുള്ള ആളുകൾ ഈ തഖ്വ എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനം, ഈമാൻ, ആദർശം ഈ തഖ്വ ഉള്ളവരാകുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന. തഖ്വ അത് ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ശരിയായ വിശ്വാസം, ശരിയായ ആദർശം, അതിൽ അധിഷ്ഠിതമായ തഖ്വ, അതിന്റെ പിന്നിൽ അതിന്റെ മുകളിൽ ഉയർത്തപ്പെടുന്ന സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് ബഹുമാന ആദരവുള്ള അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരായ ഈ ലോകത്തും പരലോകത്തും വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ സാധിക്കുകയുള്ളൂ. ഇതല്ലാതെ ഈ പറയുന്ന ശരിയായ വിശ്വാസവും ആദർശവും ഇല്ലാതെ മുന്നേറിയാൽ വ്യക്തികളാണെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകളാണെങ്കിലും സമ്പന്നരാണെങ്കിലും പാണ്ഡിത്യമുള്ളവരാണ് എന്ന് ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും ശരിയായ വിശ്വാസം അള്ളാഹുവിലും പരലോകത്തിലും യഥാർത്ഥ ഒരു മുസ്ലിമിനുണ്ടാകേണ്ട ആദർശമില്ലാതിരുന്നാൽ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ, അവരുടെ ജീവിതം പരിശോധിച്ചാൽ, അവരിനുണ്ടാകുന്ന കാര്യങ്ങൾ നോക്കിയാൽ അത് ബാത്തിലായിരിക്കും, അതനർത്ഥമായിരിക്കും, അത് ഗുണമില്ലാത്തത് നന്മയില്ലാത്തതായിരിക്കും. അതിനുള്ള വ്യക്തമായ കാരണം അവരുടെ ഈമാൻ, അവരുടെ വിശ്വാസം അത് ശരിയല്ല എന്നുള്ളതാണ്. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഒരിക്കൽ പറഞ്ഞു, ഫമൻ കാന യുരീദു നജാത ലിനഫ്സിഹി. ഒരാൾക്ക് അവന്റെ ശരീരത്തിന് ഈ ലോകത്തും പരലോകത്തും ഒരു വ്യക്തി രക്ഷപ്പെടണം എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, വയുരീദു ഖബൂല അഅമാലിഹി, അവന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, വയുരീദു അൻ യകൂന മുസ്ലിമൻ ഹഖ്ഖാ, യഥാർത്ഥ മുസ്ലിമാകണമെന്ന് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ, ഫഅലൈഹി അൻ യഅ്തനിയ ബിൽ അഖീദ, അവന്റെ വിശ്വാസം എന്താണ് എന്ന് അവൻ പരിശോധിക്കണം. വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവൻ കരുതലുണ്ടാവണം, ശ്രദ്ധ വേണം. ബി അൻ യഅരിഫൽ അഖീദത സ്വഹീഹത, ശരിയായ വിശ്വാസം എന്താണെന്ന് അവൻ അറിയണം, പഠിക്കണം. വമാ യലാദ്ദുഹാ വമാ യുനാഖിലുഹാ വമാ യുൻഖിസുഹാ, ശരിയായ വിശ്വാസത്തിനോട് വിരുദ്ധമായ, അതല്ലെങ്കിൽ അതിൽ കുറവ് വരുത്തുന്ന, അതല്ലെങ്കിൽ അതിനെ തകർത്ത് പൊളിച്ചു കളയുന്ന ആദർശങ്ങൾ, അതുപോലെ തന്നെ നിലപാടുകൾ, അതിൽ നിന്ന് അവൻ മാറി നിൽക്കണം. ഹത്താ യബ്നിയ അഅമാലഹു അലൈഹാ, ശരിയായ അഖീദ പഠിച്ച് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിന്റെ മുകളിലായിരിക്കണം അവൻ പടുത്തുയർത്തേണ്ടത്. വദാലിക ലാ യകൂനു ഇല്ലാ ബിതഅല്ലുമിഹാ മിൻ അഹ്ലിൽ ഇൽമി വഅഹ്ലിൽ ബസീറ, ശരിക്ക് ദീനിന്റെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് അത് പഠിച്ച് ക്ലിയർ ആക്കാനല്ലാതെ, ഇതല്ലാതെ ശരിക്കൊരാൾക്ക് അവന്റെ അഖീദ ശരിയാക്കാൻ, അവന്റെ വിശ്വാസം ശരിയാക്കാൻ മറ്റൊരു കുറുക്കു വഴി ആർക്കും തന്നെ ഇല്ല എന്നാണ് മഹാനായ പണ്ഡിതൻ പറയുന്നത്. അല്ലദീന തലഖൂഹാ അൻ സലഫി ഹാദിഹിൽ ഉമ്മ, ശരിയായ പണ്ഡിതന്മാരെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ മുൻഗാമികളായ ഉത്തമരായ സഹാബികളും താബിഈങ്ങളും താബിഉ താബിഈങ്ങളും അവരെ പിന്തുടർന്നു വന്ന മുൻഗാമികളായ ഇമാമുകളും പണ്ഡിതന്മാരും അവരുടെ ആ പറയുന്ന പഠിപ്പിച്ച അധ്യാപനങ്ങൾ കൃത്യമായി ഒരാൾ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായാൽ മാത്രമേ ശരിയായ ഒരു വിശ്വാസത്തിന്റെ, ശരിയായ ഒരു അഖീദയുടെ ഉടമയാകാൻ ഒരു വ്യക്തിക്ക് സാധ്യമാവുകയുള്ളൂ. اللهم علمنا ما ينفعنا
وانفعنا بما علمتنا وزدنا علما. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. هذا وصلى الله وسلم وبارك على نبينا محمد.